ഇന്ന് ലോകത്തിൽ ഓരോ മനുഷ്യനും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളിൽപ്പെട്ട് ലയിക്കുകയാണ്. പലരും ആ പ്രശ്ന പരിഹാരത്തിനായി പല പല മാർഗങ്ങൾ ആരായുമ്പോഴും പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. നമ്മളതിന് സിമ്പിളായി പറഞ്ഞാൽ കർമ്മത്തിന്റെ കണക്കും കർമ്മത്തിന്റെ ബന്ധനവും. കെട്ടുകളായത് കർമ്മം പുരുഷന് എന്ന് പണ്ട് തൊട്ടേ നമ്മൾ പാടിക്കൊണ്ടിരിക്കും. പക്ഷെ ആ കെട്ട് നമ്മൾ എങ്ങനെ അഴിക്കും? ഓരോ ദിവസം ചെല്ലും തോറും പുതിയ 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 ഉരാക്കുടുക്കിലേക്കാണ് നമ്മൾ ചെന്ന് വീണുകൊണ്ടിരിക്കുന്നത്. ഞാൻ പെട്ടുപോയി, ഒരു രക്ഷയുമില്ല. പലർക്കും പലതരത്തിലുള്ള ബന്ധനങ്ങളായിരിക്കാം. അങ്ങനെയുള്ള എല്ലാ കർമ്മത്തിന്റെ ബന്ധനത്തിൽ നിന്നും മുക്തമായിരിക്കുവാനുള്ള ഒരേ ഒരു ഉപായമാണ്, അനേക ആകർഷണങ്ങളിൽ നിന്നും മനസ്സിനെ മോചിപ്പിക്കുവാനുള്ള ഒരേ ഒരു വിധിയാണ് ഒരേ ഒരു ഭഗവാനെ, ഈശ്വരനെ തൻ്റെ ലോകമാക്കി വയ്ക്കും. നമ്മൾ ഇങ്ങനെ വിചാരിക്കൂ, ഒരേ ഒരു ഈശ്വരൻ, രണ്ടാമതൊന്നില്ല. ആ അനുഭവം നമുക്കുണ്ടാകും. ഭഗവാൻ തന്നെയാണ് എൻ്റെ ലോകം. പറയാറുണ്ട്, ഭഗവാനെ കിട്ടി ഞാൻ ലോകം മുഴുവൻ നേടി. അങ്ങനെയൊരു സംബന്ധത്തിലേക്ക്, അനുഭവത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ ലോകത്തിലെ ഒരു ആകർഷണങ്ങളും നമ്മളെ അതിനടുത്തേക്ക് വലിക്കുകയില്ല. ഒരു തരത്തിലുള്ള കർമ്മബന്ധനങ്ങൾ നമ്മളെ ബാധിക്കില്ല. കാരണം ഏതെങ്കിലൊക്കെ തരത്തിലുള്ള ദുർബലതകള്, ബലഹീനതകള്, അതാണ് പലപ്പോഴും നമ്മളെ, ഓരോ തരത്തിലുള്ള ബലഹീനതകളാണ് കർമ്മബന്ധനത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. എന്നാൽ എപ്പോഴാണോ നമ്മൾ ഈശ്വരന്റെ കൂട്ടുകെട്ടിലിരിക്കുന്നത്, നമ്മുടെ എല്ലാ ബലഹീനതകളും സമാപ്തമായി നമ്മൾ എല്ലാ ശക്തികൾ കൊണ്ടും ഗുണങ്ങൾ കൊണ്ടും സമ്പന്നരായി തീരുന്നു. അപ്പൊ നമുക്കറിയാം, ഏതെങ്കിലും ഒരു സാധനം നമ്മുടെ അധികാരത്തിലിരിക്കുകയാണെങ്കിൽ അതെന്നും നമ്മുടേത് തന്നെയാണ്. എന്നാൽ ഇതെന്റെ അധികാരമാണ്, ഇവിടെ ഞാനാണ് വലുത് എന്നുള്ള ഭാവം വന്നാൽ, എനിക്കപ്പുറത്ത് മറ്റാരുമില്ല എന്നുള്ള ഈഗോ വന്നാൽ, തീർച്ചയായിട്ടും അവിടെ നമുക്ക് ക്രോധം അല്ലെങ്കിൽ അഭിമാനം, മീൻസ് ബോഡി കോൺഷ്യസ്, ഇത് വരും. ഇത് തന്നെയാണ് നമ്മൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ കർമ്മബന്ധനം. അനാവശ്യമായ ബന്ധനങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോയിടുന്നത് ഈ ഫീലിങ്സ് ആണ്. എന്നാൽ ഈശ്വരൻ തന്നെയാണ് എൻ്റെ ലോകം, ഈശ്വരനല്ലാതെ എനിക്ക് മറ്റാരുമില്ല, ഈ സ്മൃതി വരും. ആ ഒരു സ്മൃതിയിൽ വരുമ്പോൾ എൻ്റെ എന്നുള്ള അനേക ഭാവങ്ങളെല്ലാം എൻ്റെ ഈശ്വരൻ എന്ന ആ പരിധിയില്ലാത്തതിലേക്ക് ലയിക്കുകയാണ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട്, സഹജമായിട്ട് എല്ലാ തരത്തിലുള്ള കർമ്മബന്ധനങ്ങളിൽ നിന്നും മുക്തമാകാൻ സാധിക്കും.